പാളയം ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി വേദി ഒരുക്കിയിരിക്കുന്നു. തിരുവനന്തപുരം ജില്ലാ കോടതിക്ക് മുന്നിലാണ് ഈ വേദി. അരുൺ സോളമൻ 5 മണിക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 4:15 5 മണിക്കാണ് ഉദ്ഘാടനം നിശ്ചയിച്ചിരിക്കുന്നത്. അതിനുശേഷം KPSCയുടെ നാടകവുമുണ്ട് എന്ന് കേൾക്കുന്നു. ഈ വേദിയുടെ നിർമ്മാണം ആരംഭിച്ചതിന് ശേഷം അവിടെ എത്തുന്ന ആളുകൾ തങ്ങളുടെ ബുദ്ധിമുട്ടൊന്നും ചൂണ്ടിക്കാട്ടിയിട്ടും പരിഹാരമില്ലാതെ അവിടെ തന്നെ നടത്താം എന്നുള്ള ഒരു തീരുമാനത്തിൽ പാർട്ടി നിൽക്കുകയാണോ? സുജയ, നിലവിൽ ഇപ്പോൾ ഈ സ്ഥലത്ത് വളരെയധികം പോലീസിനെ വിന്യസിച്ചതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇപ്പോൾ ഈ ഗതാഗത കുരുക്ക് ഒന്ന് മാറിയിട്ടുണ്ട്. കുറച്ച് മുൻപ് വരെ ഈ സ്കൂൾ വിട്ടിയ സമയമായതുകൊണ്ട് തന്നെ ഒട്ടനവധി സ്കൂൾ ബസ്സുകൾ, പ്രധാനപ്പെട്ട ജില്ലയിൽ തലസ്ഥാന നഗരത്തെ ഒട്ടനവധി സ്കൂളുകളിലെ ബസ്സുകൾ ഇവിടെ കുരുങ്ങിക്കിടന്നു ദീർഘസമയത്ത് തന്നെ അത്തരത്തിൽ വലിയ തോതിലുള്ള ഒരു പ്രശ്നം ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇത്തരത്തിൽ വലിയ ഗുരുതരമായിട്ടുള്ള ഒരു ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടപ്പോഴും പാർട്ടിയോ അല്ലെങ്കിൽ സർക്കാരോ ഈ നിമിഷം വരെയും ഇടപെട്ടിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെയാണ് ഈ ഒരു പ്രധാനപ്പെട്ട 2 2-വേ ലൈൻ ഉള്ള റോഡുകളിൽ ഇതിൽ പ്രധാനപ്പെട്ട ഒരു റോഡാണ് ഇപ്പോൾ പൂർണ്ണമായിട്ടും കെട്ടിയടച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ വലിയൊരു സ്വാഭാവികമായിട്ടും സുജയ്യ, ഈ പാർട്ടിയുടെ ബ്രാഞ്ച് ലോക്കൽ സമ്മേളനങ്ങൾ തുടങ്ങിയത് മുതൽ തന്നെ വലിയ വിവാദങ്ങളും വിമർശനങ്ങളും ഉയർന്നിരുന്നു. പക്ഷേ ഇത്തരത്തിൽ ബോധപൂർവം ഒരു പ്രധാനപ്പെട്ട മനുഷ്യൻ്റെ നടക്കാനുള്ള സഞ്ചാര സ്വാതന്ത്ര്യത്തെ പൂർണ്ണമായിട്ടും ഹനിച്ചുകൊണ്ട് ഒരു റോഡിൽ പൂർണ്ണമായിട്ടും ഒരു വലിയൊരു വേദി ഒരുക്കുന്നു. ആ വേദിയിൽ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ വരുന്നത് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആണ് എന്നുള്ളതാണ്. ഇത്തരത്തിൽ വലിയൊരു അനാസ്ഥ CPM-ന്റെ ജില്ലാ സെക്രട്ടറിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. എന്തുകൊണ്ടാണ് ഇതൊന്നും ചിന്തിച്ചില്ലേ എന്നുള്ളത് വലിയൊരു ചോദ്യമായി നിൽക്കുകയാണ്. പ്രധാനമായും മെഡിക്കൽ കോളേജിലേക്കും അതുപോലെ തന്നെ തമ്പാനൂരിലേക്കും പാറ്റൂർ, ചാക്ക അടക്കമുള്ള പ്രധാനപ്പെട്ട ജനറൽ ആശുപത്രിയിലൊക്കെ പോകേണ്ടുന്ന ഒരു റോഡിനെയാണ് പൂർണ്ണമായിട്ടും കെട്ടിയടച്ചിരിക്കുന്നത്. ഇതിൽ സ്ഥലത്ത് വഞ്ചൂർ പോലീസ് അനുമതി കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് അതിനും വലിയൊരു ഗുരുതരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇത്തരത്തിൽ എന്തുകൊണ്ടാണ് ഭരിക്കുന്ന ഒരു പാർട്ടിക്ക് എന്തും ചെയ്യാം എന്നുള്ളൊരു കാര്യമാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. നിരവധി തവണ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏരിയ സമ്മേളനങ്ങൾ തുടങ്ങിയപ്പോൾ തന്നെ വലിയ വിവാദങ്ങൾ ഉയർന്നു. സംഘടനാ തലത്തിൽ നിന്ന് പലരും പാർട്ടി വിട്ടുപോകുന്ന കാഴ്ചകളുണ്ടാകുന്നു. ഇത്തരത്തിൽ വലിയ വിമർശനങ്ങൾ CPM-നെതിരെ ഉണ്ടാകുമ്പോഴും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വീണ്ടും ആവർത്തിക്കുന്ന തലത്തിലേക്ക് കടന്നു പോകുന്നു കാര്യങ്ങൾ. സ്വാഭാവികമായിട്ടും CPM-ന്റെ ബ്രാഞ്ച് തലത്തിലുള്ള സമ്മേളനങ്ങൾ ആരംഭിക്കുമ്പോൾ തന്നെ സംഘടനയുടെ ബലം എത്രമാത്രം ഉണ്ട് എന്നുള്ളത് ഊട്ടി ഉറപ്പിക്കേണ്ടുന്ന ഒരു കടമ പാർട്ടിക്കുണ്ട്. പക്ഷേ അതിൽ നിന്നുമൊക്കെ മുൻകാലങ്ങളിൽ നിന്നുമൊക്കെയുള്ള വ്യതിചലിച്ചുകൊണ്ട് പൂർണ്ണമായിട്ടും അത്തരത്തിലുള്ള കാര്യങ്ങളിൽ ശ്രദ്ധിക്കാതെ പൂർണ്ണമായിട്ടും അലസതയോടുകൂടി ഒരു സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകുന്ന തലത്തിലേക്ക് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി മാറിയിരിക്കുന്നു. അരുൺ, തുടരുക. നമുക്ക് ഇനി പ്രതികരണങ്ങളിലേക്ക് കൂടി. അവിടെയുള്ള ആളുകൾക്ക് ഇപ്പോൾ KPSCയുടെ ബസ്സും ഒക്കെ വന്നു കഴിഞ്ഞു. ഇനിയിപ്പോൾ നാടകമുണ്ട്. ഇനി അതെല്ലാം കഴിയുന്നതുവരെ ഇതേ രീതിയിൽ തന്നെയായിരിക്കും ആ റോഡിന്റെ അവസ്ഥ എന്നുള്ളത് വ്യക്തമാണ്. റിനു ശ്രീധർ, അതുവഴി പോകുന്ന വാഹനങ്ങളിൽ പോകുന്ന ആളുകൾ അവരൊക്കെ ഈ റോഡ് കൊട്ടിയടച്ചത് കണ്ടിട്ടും ഒരു കുഴപ്പമില്ല എന്ന മട്ടിലാണോ പോകുന്നത്? ഒരു കാരണവശാലും അങ്ങനെ അല്ല സുജയ. നിരവധി പേര് നമ്മളോട് പ്രതികരിച്ചിരുന്നു. കഴിഞ്ഞ ലൈവിലൊക്കെ തന്നെ അവരുടെ പ്രതികരണങ്ങൾ നമ്മൾ നൽകിയിരുന്നു. ശക്തമായിട്ടുള്ള നിയമലംഘനം തന്നെയാണ് CPM നടത്തിയിരിക്കുന്നതിൽ യാതൊരു സംശയമില്ല. കാരണം കഴിഞ്ഞ ദിവസം കൂടി നഗരസഭാ സെക്രട്ടറിമാർക്ക് കർശനമായിട്ടുള്ള താക്കീത് ഹൈക്കോടതി നൽകുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇത്തരം പരിപാടികൾ ഒരു കാരണവശാലും അനുവദിക്കരുത്, കൃത്യമായി തന്നെ ഇടപെടണം, ഫ്ലെക്സ് ബോർഡുകൾ പോലും പൊതുനിരത്തുകളിൽ വെച്ച് കെട്ടരുത് എന്നുള്ള കർശനമായിട്ടുള്ള നിർദ്ദേശം നിലനിൽക്കുമ്പോഴാണ് CPM പാളയം ഏരിയ കമ്മിറ്റിയുടെ ഭാഗമായി വഞ്ചൂർ ജംഗ്ഷനിൽ ഇത്തരമൊരു നിയമലംഘനം നടത്തിയിരിക്കുന്നത്. CPM പോലുള്ള ഒരു പാർട്ടിയുടെ ഭാഗത്തു നിന്നാണ് ഇത്തരമൊരു നിയമലംഘനം നടന്നത് എന്നുള്ളതാണ്. AKG സെന്ററിന് തൊട്ട് മൂക്കിന് താഴെ ഏകദേശം 250-300 മീറ്റർ മാത്രമാണ് AKG സെന്ററിൽ നിന്ന് നിലവിലുള്ളത്. അല്പസമയത്തിനകം തന്നെ ഗോവിന്ദ മാഷ് ഉദ്ഘാടന വേദിയിലേക്ക് എത്തുകയും ചെയ്യും. നിലവിൽ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ടുള്ള സംഘാടകരോ അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകരോ തന്നെ ഇവിടെ എത്തിത്തുടങ്ങിയിട്ടില്ല. 5:30 മണിയോടുകൂടി ഈ ഉദ്ഘാടനം നടക്കുമെന്നുള്ളതാണ്. അതിനുശേഷം KPSCയുടെ നാടകവും ഉണ്ട്. എന്തായാലും നിലവിൽ ഒരു പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് വഞ്ചൂർ, പാർട്ടിയുടെ കോട്ട എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ പൊതുനിരത്തുകളിൽ വരുന്നവരുടെയൊക്കെ തന്നെ പ്രതികരണങ്ങൾ നമ്മൾ എടുത്ത് നൽകുകയും ചെയ്തു. പക്ഷേ ഇവിടെ ഉള്ളവർ നിലവിൽ ഇവർക്കെതിരെ പ്രതികരിക്കുവാൻ ഒന്നും തന്നെ തയ്യാറല്ല. പോലീസിന്റെ ഭാഗത്ത് നിന്ന് പോലും, അതായത് പോലീസിൽ നിന്ന് ഒരു രീതിയിലുള്ള അനുമതിയും വാങ്ങിയിട്ടില്ല, നഗരസഭയുടെ അനുമതി വാങ്ങിയിട്ടില്ല. ഇത്തരം പൊതുപരിപാടികൾ നടത്തുമ്പോൾ നഗരസഭയുടെ അനുമതി വേണം, പോലീസിന്റെ അനുമതി വേണം, മൈക്ക് ഓർഡർ ഉൾപ്പെടെയുള്ളവ വേണം. ഇതൊന്നും തന്നെ വാങ്ങിയിട്ടുമില്ല CPM എന്നുള്ളത്. സാധാരണഗതിയിൽ ഇത്തരം ഭരണകക്ഷി പാർട്ടികളൊന്നും തന്നെ അത് വാങ്ങാറില്ല. അവർ നടത്തുകയാണ് പതിവ്, നിയമം ലംഘിക്കുക തന്നെയാണ് പതിവ്. അത് തന്നെയാണ് ഇവിടെയും നടന്നിരിക്കുന്നത്. ഇന്നലെയാണ് പുതിയ പാർട്ടി സെക്രട്ടറി ഏരിയ ഗതാഗതം നിയന്ത്രിച്ചുകൊണ്ട് സമ്മേളന വേദി നിശ്ചയിച്ചിരിക്കുന്നു. 5 മണിക്ക് സമ്മേളന വേദിയിലേക്ക് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ എത്തും. പാളയം ഏരിയ സമ്മേളനമാണ്. വഞ്ചിയൂരിൽ കോടതിക്ക് മുന്നിൽ വഴി കെട്ടിയടച്ച് ഹൈക്കോടതിയുടെ ഉത്തരവ് പൊതുസ്ഥലങ്ങളിൽ പരിപാടികൾ നടത്തുന്നതിന് നിലനിൽക്കുന്നതിനിടയിലാണ് ഇങ്ങനെയൊരു സംവിധാനം ഒരുക്കിയിരിക്കുന്നത് എന്ന വിവരമാണ് റിനു ശ്രീധറും അരുൺ സോളമനും തിരുവനന്തപുരത്ത് നിന്ന് പങ്കുവയ്ക്കുന്നത്. നമ്മൾ